നമസ്കാരം, ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് RRB ഗ്രൂപ്പ് ഡിയുടെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് ആണ് കേട്ടോ. കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ഗ്രൂപ്പ് ഡിയുടെ കട്ട് ഓഫ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി അടുത്ത നമ്മുടെ RRB ഗ്രൂപ്പ് ഡി വരുന്നുണ്ട്. അപ്പൊ അതിൽ നമുക്ക് എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത് നോക്കിയിട്ട് അതിന്റെ നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്രീവിയസ് ഇയറിലെ കട്ട് ഓഫുകൾ കൂടി അറിഞ്ഞിരിക്കണം. അപ്പം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുന്നതും അതിന്റെ കട്ട് ഓഫ് എത്രയായിരുന്നു നോക്കാം. അതിന്റെ വേക്കൻസി അനുസരിച്ചാണ് കട്ട് ഓഫ് വരുന്നത്. അപ്പൊ നമുക്ക് ഇത്തവണത്തെ വേക്കൻസിയും ഇത്തവണ എത്ര കട്ട് ഓഫ് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പൊ ഒരുവിധം നമ്മൾ എല്ലാവരും അപ്ലൈ ചെയ്തിരിക്കുന്നത് ചെന്നൈ സോൺ ആയിരിക്കും ഗ്രൂപ്പ് ഡിയില്. അപ്പോ ഞാൻ ചെന്നൈ, കൊൽക്കത്ത, മുംബൈ ആണ് എടുത്തിരിക്കുന്നത്. കാരണം വേക്കൻസി കൂടുതലുള്ളതാണ് ഈ കൊൽക്കത്തയും മുംബൈയും റീജിയൻസും. ചെന്നൈ നമ്മളൊക്കെ അപ്ലൈ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു റീജിയൻ സോൺ ആണ് ചെന്നൈ സോൺ. അപ്പം കൂടുതൽ പേര് നമ്മളെല്ലാവരും കൂടുതൽ പേര് അടുത്തുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സൗത്ത് ഉള്ള ഒരു സോൺ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ചെന്നൈ ആയിരിക്കും എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ കൊൽക്കത്തയും മുംബൈയും കൂടെ പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടുത്തെ വേക്കൻസി ഇച്ചിരി കൂടുതലായിരുന്നു. അപ്പൊ ആ വേക്കൻസി കൂടുമ്പോൾ എങ്ങനെയാണ് അതിന്റെ കട്ട് ഓഫ് മാറുന്നത് എന്നാണ് നമ്മളൊന്ന് നോക്കുന്നത് കേട്ടോ. അപ്പോ ഇവിടെ ഈ മൂന്നിടത്ത് മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്യുള്ളൂ. അപ്പൊ ഇത് മൂന്നും അല്ലാതെ ഒരുപാട് സോണുകൾ ബാക്കിയുണ്ട്. അപ്പൊ അവിടെയൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവരുണ്ടാവും. എന്നാലും ഞാൻ ചെന്നൈയാണ് നമ്മൾ എടുത്തു പറയുന്നത്. ഒരുവിധം എല്ലാവരും ചെന്നൈ അപ്ലൈ ചെയ്യണം. നമ്മൾ ഇത് 2019 പറയുന്നത് കേട്ടോ. 2019 ഗ്രൂപ്പ് ഡിയുടെ കട്ട് ഓഫ് ആണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ചെന്നൈ നോക്കാവേ. ചെന്നൈ നോക്കുമ്പോഴത്തേനും UR അൺറിസർവ്ഡ്, അതായത് ജനറൽ കാറ്റഗറി നമുക്ക് 71 ആണ് കേട്ടോ. 71.53 71 നമുക്ക് പറയാം. 71 കേട്ടോ. അപ്പൊ ബാക്കിയുള്ളത് OBC ആണെങ്കിൽ 68 വരുന്നുണ്ട്, SC ആണെങ്കിൽ 61 വരുന്നുണ്ട്, ST ആണെങ്കിൽ 55 ആണ് കേട്ടോ. ഇത് എക്സ് സർവീസ് മാൻ്റെതാണ്. എക്സ് സർവീസ് മാൻ കുറച്ചുകൂടി കുറവായിരിക്കുമല്ലോ. അപ്പം നമ്മുടെ ജനറൽ കാറ്റഗറിയിൽ വരുമ്പോൾ 40 ഒക്കെ ഉള്ളൂ. ST 32 ആ ഒരു 40 to 30 റേഞ്ചിലാണ് അവരുടെ എക്സ് സർവീസ് മാൻ്റെത് വരുന്നത്. പിന്നെ CCA റെയിൽവേസിലുള്ള അവരുടേതും അതുപോലെ തന്നെ കുറവായിരിക്കും. നമുക്ക് എന്താണ് സാധാരണ ആപ്ലിക്കൻസ് ആണല്ലോ നമ്മൾ. അപ്പൊ നമുക്ക് എന്താണ് ജനറൽ ഏത് കാറ്റഗറി ആണെന്ന് നോക്കുക നിങ്ങള്. ജനറൽ കാറ്റഗറിയിൽ 71 ആണ്, OBC 68 വരുന്നുണ്ട് കേട്ടോ. അപ്പൊ 50 to 70 വരെയുള്ള ഒരു റേഞ്ചിലാണ് നമ്മുടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. എവിടെ? ചെന്നൈയിൽ വന്നിരിക്കുന്നത്. ഇപ്പം അവിടുത്തെ വേക്കൻസി നമുക്കറിയാം. അതുപോലെ തന്നെ കൊൽക്കത്തയിലും മുംബൈയിലും ഇച്ചിരി വേക്കൻസി കൂടുതലുള്ള സോണുകളാണ്. ആ സോണുകളിൽ നോക്കുമ്പോൾ 80 ആണ് കേട്ടോ. അവിടെ ഈ വേക്കൻസി കൂടുന്നതിനനുസരിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണവും അവിടെ കൂടുതലായിരിക്കും. ഒരുപാട് വേക്കൻസി ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ കൂടുതൽ അപ്ലൈ ചെയ്യുന്നതിന് മാത്രമല്ല കൊൽക്കത്ത, മുംബൈ റീജിയൻസിൽ ഒരുപാട് ആപ്ലിക്കൻസ് ഉണ്ട്. ഒരുപാട് അപേക്ഷകരെ സാധാരണ അപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. മാത്രമല്ല വേക്കൻസിയും ഉള്ളത് കൊണ്ട് കൂടുതൽ പേര് അവിടെ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ കൊൽക്കത്തയിലെ നോക്കാം. അൺറിസർവ്ഡ് ആണെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ 80.5 ആണ് വരുന്നത്. നമുക്കിവിടെ ചെന്നൈയിൽ 71 ആണ്. ഇവിടെ നോക്കി 80.5. പിന്നെ OBC 71, SC 71 തന്നെയാണ്. ST എന്ന് പറയുമ്പോൾ 50 to 80 വരെയാണ് അത് വരുന്നത്. ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് നോക്കി 80 ആണ് കേട്ടോ. പിന്നെ നമുക്ക് മുംബൈ നോക്കുമ്പോൾ മുംബൈയിലാണെങ്കിൽ ജനറൽ 67 ഉള്ളൂ. നമ്മുടെ ചെന്നൈയേക്കാളും കുറവാണ്. 63, 58, 52, അതായത് ST തൊട്ട് UR 50 to 67 വരെയാണ് ആ ഒരു വേരിയേഷൻ വരുന്നത്. നമുക്കിവിടെ ചെന്നൈ ആണെങ്കിലും നമ്മൾ ചെന്നൈയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇത് 2019 കട്ട് ഓഫ് ആണ് പറയുന്നത്. 55 to 71 വരെയാണ്. അപ്പം ജനറൽ കാറ്റഗറിയിലുള്ളവര് കുറച്ച് കൂടുതൽ വാങ്ങിക്കേണ്ടതുണ്ട്. OBC 68 തന്നെയാണ്. അതിനും വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് നോക്കേണ്ടത് നമുക്ക് 2022 നോക്കാം. അതും ഞാൻ ചെന്നൈയാണ് പറയുന്നത്. നിങ്ങൾ എല്ലാവരും ചെന്നൈ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ചെന്നൈയാണ് അപ്ലൈ ചെയ്തതെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പൊ ഇത് നോർമലൈസ്ഡ് മാർക്സ് ആണ് നമ്മുടെ മാർക്ക് കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. ഇത് ആദ്യം അവരിടുമ്പോ ഓപ്പണിൽ അങ്ങനെ വരും, 94 എന്നൊക്കെ വരും. അപ്പം ഇത് നമുക്ക് ജനറൽ കാറ്റഗറി നോക്കുമ്പോഴത്തേനും നമുക്ക് 60.95, SC നോക്കിയേ 49 ആണ് കേട്ടോ. 60, 49, 11 മാർക്കിന്റെ ഡിഫറൻസ് ഉണ്ട്. ST വരുമ്പോ 43 വരുന്നുണ്ട്. OBC 55 ഉണ്ട് കേട്ടോ. ജനറൽ OBC തമ്മിൽ 5 മാർക്കിന്റെ. ഏറ്റവും കുറവ് ആർക്കാ നോക്കിയേ? EWS. അപ്പൊ നിങ്ങൾ EWS ആണ് എങ്കിൽ നിങ്ങൾക്ക് ഇതൊരു നല്ല ചാൻസ് ആണ്. നിങ്ങൾക്ക് ഇത് മാത്രമല്ല, റെയിൽവേയുടെ എല്ലാ
എക്സാംസിന് എന്താണ് EWSന് നല്ല കുറവായിരിക്കും. PSCക്ക് അത്രയും കുറവ് വരത്തില്ല, എന്നാലും കുറവ് വരും. എന്നാലും PSCക്ക് ഇത്രയും ഈ റെയിൽവേയും SSC ഒക്കെ പോലുള്ള അത്രയും കുറവ് EWSന് വരത്തില്ല. അപ്പൊ ഇവിടുത്തെ EWS ജസ്റ്റ് 40 മാർക്സ് ആണ്. അതായത് ST SC OBC ഒക്കെ കാളും കുറഞ്ഞൊരു കട്ട് ഓഫ് ആണ് നമുക്ക് എവിടെ വരുന്നത്, EWS. അപ്പൊ നിങ്ങൾ ഇത്തവണ അപ്ലൈ ചെയ്തിട്ടുള്ള EWS ആരെങ്കിലും ഉണ്ട് എങ്കിൽ, EWS വെച്ച് അപ്ലൈ ചെയ്തിട്ടുള്ളവരുണ്ട് എങ്കിൽ അവരെന്ത് ചെയ്യുക, കുറച്ച് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടും. അവർക്ക് അധികം കട്ട് ഓഫും വരത്തില്ല കേട്ടോ. അപ്പൊ 2022 നമുക്ക് എത്രയായിരുന്നു ജനറൽ കാറ്റഗറിക്ക്? ചെന്നൈയിലെ കാര്യം, ജനറൽ കാറ്റഗറിക്ക് 60 ആയിരുന്നു. ബാക്കിയുള്ളവർ ഒരു 50 to 60 വരെ. OBC 85 ആണ് കേട്ടോ. ആ ഒരു ഇതിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ചിലപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇച്ചിരി എളുപ്പമൊക്കെ ആവുകയാണെങ്കിൽ കുറച്ചുകൂടി കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു 80+ മാർക്ക് എങ്ങനെ നമുക്ക് മേടിക്കാമെന്നുള്ളത്, അറബിക് ഗ്രൂപ്പ് ഡിക്ക് ഒക്കെ 80+. അപ്പൊ ഒരു 80 മാർക്ക് നിങ്ങൾ സേഫ് ആണ് കേട്ടോ. അപ്പൊ 80+, ഇപ്പൊ ഏതാണ്ട് 60 മാത്രമേ ഉള്ളൂ. അപ്പം ഏറ്റവും കൂടുതൽ മാർക്ക് കൂടുതൽ മേടിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ലിസ്റ്റിൽ മേലേക്ക് വരാനൊക്കെ പറ്റും കേട്ടോ. അപ്പൊ ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യാം, ഇനി കുറച്ച് സമയങ്ങളേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഒരു ജൂൺ ജൂലൈ ഒക്കെ ആവും നമ്മുടെ എക്സാം വരുമ്പോഴത്തേനും. അപ്പൊ അതുവരെ RRB ഗ്രൂപ്പ് ഡി നന്നായിട്ട് നോക്കുവാണെങ്കിൽ നമുക്കത് 80+ കിട്ടും. ഫുൾ സിലബസ് ഒന്നും നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാനൊന്നും ഞാൻ പറഞ്ഞ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് നോക്കി പഠിക്കാവുന്നതേ ഉള്ളൂ. ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഒത്തിരി വലിയ സിലബസ് ആണല്ലോ. അപ്പൊ ഞാൻ ഇപ്പൊ പറയുന്നത് ഈ EWSന്റെ കാര്യമാണ്. EWS വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആണ് കേട്ടോ. അപ്പൊ എന്താണ്, അവർക്ക് 40 മാർക്ക് എല്ലാവരെക്കാളും കുറവാണ് അവർക്ക് വരുന്നത്. ഓക്കെ, അപ്പോ അതായത് ജനറൽ കാറ്റഗറിക്കാണ് ഇച്ചിരി കൂടുതലായിട്ട് അവർ കുറച്ചുകൂടി പരിശ്രമിക്കേണ്ടി വരും. അടുത്ത എന്താണ്, മുംബൈയിൽ നോക്കാം. മുംബൈയിൽ എത്രയാണ്? 64 ജനറൽ കാറ്റഗറി, 51 SC, 44 ST വരുന്നുണ്ട്, 58 OBC. OBC ജനറൽ നമ്മൾ വലിയ വ്യത്യാസം. EWS ഇവിടെ എത്ര തന്നെയാണ്? 40 തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായത്, EWS കാറ്റഗറിയിലുള്ളവർക്ക് എന്താണ് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് നമുക്ക് റെയിൽവേസിലും SSCയിലും ഒക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ 2019-ലെയും 2022-ലെയും ഞാൻ പറഞ്ഞല്ലോ, 2019 60,000+ വേക്കൻസിയാണ് വന്നത്. 60,000+ വേക്കൻസി. അപ്പൊ അതിന്റെ ചെന്നൈയിലെ മാത്രം നമുക്ക് നോക്കുവാണെങ്കിൽ ചെന്നൈയില് 71 ആയിരുന്നു കേട്ടോ, 60,000. പിന്നെ ആപ്ലിക്കൻസിന്റെ ഒരു വേരിയേഷൻ കൂടി വരുന്നുണ്ട്. 2022 1 ലക്ഷം+ വേക്കൻസി ഉണ്ടായിരുന്നു. ഇപ്പൊ 2025 32-35 അത് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വരുമ്പോ പറയുന്ന ഒരു വേക്കൻസിയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് കൂടാറുണ്ട്. എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ്, കൂടാറുണ്ട്. എത്ര കൂടുന്നു നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ലെങ്കിലും എന്തായാലും വേക്കൻസി കൂടാറുണ്ട്. ഓക്കെ, 35 ഇപ്പൊ ഒരു 50-60 വരെയൊക്കെ പ്രതീക്ഷിക്കാം. അപ്പൊ എന്താണ്, അപ്പൊ ജനറൽ ആയിട്ടുള്ളവർ എന്ത് ചെയ്യുക, 75 to 85 എന്ത് ചെയ്യുക, മാർക്ക് മേടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു EWS ഉള്ളവർക്ക് എന്ന് വെച്ചാൽ EWS ഉള്ളവർ പഠിക്കാതിരിക്കണമെന്നല്ല, അവർക്ക് കുറച്ച് അഡ്വാൻറ്റേജ് ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. കാരണം കഴിഞ്ഞ എക്സാംസിലും ബാക്കി എല്ലാ സോൺസിലും വെച്ച് നോക്കുമ്പോൾ EWS അവർക്ക് എന്താണ് കുറച്ച് മാർക്ക് ഇളവുണ്ടല്ലോ. അപ്പം എല്ലാത്തിനേക്കാളും ഇളവായതുകൊണ്ട് തന്നെ EWS കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യുന്നവരെന്ത് ചെയ്യുക, അവർക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ നമ്മുടെ ജനറൽ കാറ്റഗറി OBC പോലുള്ളവർ എന്ത് ചെയ്യുക, ഒരു 75 to 85 വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സേഫ് ആണ്, ഉറപ്പാണ്, നിങ്ങൾ സേഫ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 80+ മേടിക്കാനുള്ള ഒരു സ്ട്രാറ്റജി നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്റ്റഡി പ്ലാനുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് എല്ലാം നമുക്ക് സിലബസ് യൂട്യൂബിലൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിപ്പോ ആർക്കും ഇപ്പൊ നിങ്ങൾ ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ഏത് കോഴ്സ് എടുത്താലും നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയത്തില്ല. അത്രത്തോളം സിലബസ് ഉണ്ട്. ജനറൽ അവയർനെസ് ഒക്കെ പറയുന്നത് ഒത്തിരി ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുമ്പോൾ POIക്ക് ചെയ്യാം, മോക്ക് ടെസ്റ്റ് ചെയ്യാം. ഒരു സ്ലോട്ട് തന്നെ ഇപ്പം RRB ഗ്രൂപ്പ് ഡി നടത്തുവാണെങ്കിൽ ഒരു എത്ര സ്ലോട്ട് ഉണ്ടാവും ഇന്ത്യ മൊത്തം? ഒരു 100-150 സ്ലോട്ട് ഉണ്ടെന്ന് വെക്കാം. 100+ സ്ലോട്ടുകൾ ഉണ്ടെന്ന് വെക്കാം. അപ്പൊ അതിൽ ഓരോ സ്ലോട്ടിലും ഓരോ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ POIക്ക് മാത്രം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിരുന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് മോക്ക് ടെസ്റ്റ് ചെയ്യുക, ടൈം വെച്ച് തന്നെ ചെയ്യുക. അതിപ്പോ നിങ്ങൾ ഓൺലൈൻ ആയിട്ട് ചെയ്യുകയാണോ ഓഫ്ലൈൻ ആയിട്ട് ചെയ്യണോ, മോക്ക് ടെസ്റ്റ് എടുക്കാൻ വെക്കുമ്പോൾ ടൈമർ വെച്ചിട്ട് ടൈം വെച്ച് തന്നെ മോക്ക് ടെസ്റ്റ് കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത്ര മിനിറ്റ് വെച്ച് ഓരോ പോർഷൻ, അതായത് മാത്സ് റീസണിംഗ് ഒക്കെ ഉള്ളത് ഓരോ 20 മിനിറ്റ് ഒക്കെ വെച്ച് കംപ്ലീറ്റ് ചെയ്യാനെങ്കിലും ശ്രമിക്കുക. അപ്പൊ ഇതിന്റെ സിലബസ് അതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ മുന്നത്തെ വീഡിയോകളിൽ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കുക. ഇത് ഞാൻ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പൊ ഈ ജനറൽ കാറ്റഗറിയിലുള്ള ഒരു 75 to 85 വരെ മാർക്ക് മേടിച്ചാൽ നിങ്ങൾ സേഫ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് POI. ഇനി ചെയ്യേണ്ടതാണ്. ഇത്രയും
നാളെ നമുക്ക് ഇനി ഫുൾ സിലബസ് കവർ ചെയ്യാനുള്ള ഒരു ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇനി എന്ത് ചെയ്യുക, ഒരു POയ്ക്കും മോക്ക് ടെസ്റ്റും വെച്ച് തന്നെ നമുക്ക് ഒത്തിരി മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. POയ്ക്ക് തന്നെയാണ് ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നത്, റെയിൽവേ ക്വസ്റ്റ്യൻസിൽ POയ്ക്ക്. കറണ്ട് അഫയേഴ്സ് POയ്ക്കും അല്ല കേട്ടോ, കറണ്ട് അഫയേഴ്സ് സെപ്പറേറ്റ് തന്നെ പഠിക്കുക. അപ്പൊ കൂടുതലും POയ്ക്ക് ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ആ ഒരു ടൈം ഉണ്ടല്ലോ, ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ടൈം മാനേജ്മെന്റ് കിട്ടും. നിങ്ങൾ വീട്ടിലിരുന്ന് എക്സാം ചെയ്യുമ്പോൾ ആ ടൈം വെച്ച് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് ഒന്നുകൂടി ഞാൻ എന്നും പറയുന്നതാണ്, എന്നാലും ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് RRB ഗ്രൂപ്പ് ഡിയുടെ സെലക്ഷൻ പ്രോസസ് ഒന്നുകൂടെ പറയുകയാണ് കേട്ടോ. ഇതിനൊരു CBT കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് ആദ്യത്തെ എക്സാം വരുന്നത്. പിന്നെ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി, ഇത് ചെറുതാണ്, ചെറിയൊരു വലിയ നമ്മുടെ SI കേരള PSC പോലത്തെ വലിയ ഫിസിക്കൽ ടെസ്റ്റ് ഒന്നുമല്ല, ചെറിയൊരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ്. പിന്നെ ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ ടെസ്റ്റും കൂടിയാണ് ഇതിൽ വരുന്നത്. ഇത്രയാണ് വരുന്നത്. ഒറ്റ എക്സാം മാത്രമേ, അതായത് റിട്ടേൺ എക്സാം ഒരെണ്ണം മാത്രമല്ല, ഓൺലൈൻ ആയിട്ടാണ് എക്സാം നടത്തുന്നത്. പിന്നെ ഇതിന്റെ സിലബസ് ആണ് കേട്ടോ. റീസണിങ് വരും 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്. സയൻസ്, ജനറൽ സയൻസ് വരും 25 മാർക്ക്, 25 ക്വസ്റ്റ്യൻ 25 മാർക്ക് വരുന്നുണ്ട്. പിന്നെ ജനറൽ അവയർനെസ് പ്ലസ് കറണ്ട് അഫയേഴ്സ് ആണ് വരുന്നത്, 20 ആണ് വരുന്നത്. മാത്സ് 25 ആണ്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് റീസണിങ്ങിനും മാത്സിനും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 55 മാർക്കോളം അവിടെ കിട്ടും. 55 ഫുള്ള് പറയുന്നില്ല, ശരി, ഒരു 50+ എങ്കിലും നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. അതായത് റീസണിങ്ങിലും മാത്സിലും കൂടി. പിന്നെ സയൻസ് ഒരു 25 വരുന്നുണ്ട്. നമ്മുടെ കറണ്ട് അഫയേഴ്സും ജനറൽ അവയർനെസ് ഒത്തിരി ഉണ്ട്. ഹിസ്റ്ററി, ജോഗ്രഫി എല്ലാം അതിൽ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ ഉണ്ട്. അതിലൊരു 45 മാർക്ക്. ഓക്കെ, അതിൽ 45 മാർക്കും നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നത് ഒരു 35 to 40 വരെയെങ്കിലും മേടിക്കാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 35 തന്നെ മേടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അറിയാലോ, നമുക്കൊരു 85 ആയി കഴിഞ്ഞു. ഓക്കെ, ഇത് നിങ്ങൾ വിചാരിക്കുന്ന അത്രയല്ല, കുറച്ച് എന്ത് ചെയ്യുക, ഡ്യൂറേഷൻ ആണ് 90 മിനിറ്റ്സ്, 1.5 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ നമ്മൾ ഇത് ചെയ്ത് തീർക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യമായിട്ടൊക്കെ ചെന്നിരുന്ന് ഓൺലൈൻ എക്സാം എഴുതുന്ന ആൾക്ക് അത് 90 മിനിറ്റിൽ ഫുൾ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. സോ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, മോക്ക് ടെസ്റ്റ് ചെയ്യുക, ടൈം വെച്ചിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഓൺലൈൻ ഒക്കെ ചെയ്യാനുള്ള ഒരു പരിമിതി ഉള്ളവർക്ക്, സിസ്റ്റം അത് കമ്പ്യൂട്ടറും അങ്ങനെയുള്ള ഒന്നും ഇല്ലെങ്കിൽ ഫോണിൽ ചെയ്യാൻ പറ്റും. ഫോണിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തതിന് ശേഷം നിങ്ങൾ തന്നെ ടൈമർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ ആ ടൈം കിട്ടുന്നില്ല എന്നുള്ളൊരു പരിധി ഒഴിവാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഞാൻ പറയുന്ന ഒരു 75 to 85 ജനറൽ കാറ്റഗറി മേടിക്കുക, ബാക്കിയുള്ളവർ അതുപോലെ തന്നെ മേടിക്കുക. അപ്പം കൂടുതൽ കട്ട് ഓഫ് വരുന്നത് നമുക്കറിയാം ജനറൽ കാറ്റഗറിക്ക്, അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും അങ്ങനെ നന്നായിട്ട് പഠിക്കുക. എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട്, സ്റ്റഡി പ്ലാൻ വെച്ചിട്ടും ഒക്കെ പോകാൻ ശ്രമിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, ചെറിയ ചെറിയ വീഡിയോസ് മാത്സ് റീസണിങ്ങിന് വേണ്ടിയിട്ടുള്ള ചെറിയ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. എല്ലാ സിലബസും നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ലല്ലോ യൂട്യൂബിലൂടെ. അപ്പം പറ്റുന്നതുപോലെയൊക്കെ നമ്മൾ കവർ ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക് ആണോ, എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വേറെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. നമുക്ക് പറ്റുന്ന വീഡിയോകളാണെങ്കിൽ നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.